എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പീസാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പീസാണ്, എങ്കിലും ആ ഒരു ലഞ്ച് മെനു നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഗീ റൈസ് ആണ്. ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇതേ റെസിപ്പി തന്നെ നിങ്ങൾക്ക് കീമ റൈസിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വലിയൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യും മുഴുവനെയുള്ള ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വളരെ ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മളൊരു 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. 3 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ അടച്ചു വെച്ച് തീ ഒന്ന് കുറച്ചിട്ട് 10 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് ആണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കിയത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പാണ്. തുവരപ്പരിപ്പ് വെച്ചിട്ട് ചെയ്തതാണ്. 1 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയതിലേക്ക് ഒരു സവാള, 3-4 പച്ചമുളക്, അതുപോലെ വലിയൊരു തക്കാളി അരിഞ്ഞത്, 3-4 അല്ലി വെളുത്തുള്ളി, 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 4 വിസിൽ വേവിച്ചെടുക്കുക. പരിപ്പിൻ്റെ വേവനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിസിൽ തീരുമാനിക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഒരു കടായി ചൂടായി വരുമ്പോൾ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ചൂടായി വന്നിട്ട് ചെറിയ ജീരകം, വറ്റൽമുളക്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറിയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയത് ഒരു മലബാർ ചിക്കൻ കറിയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അല്ലാതെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇതിലേക്ക് 3 സവാള നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില, പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് നിങ്ങൾക്ക് അരിഞ്ഞും ചേർക്കാം, അല്ലാതെ ചതച്ചും ചേർക്കാവുന്നതാണ്. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് ചതച്ചത് ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറ്റിയെടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 4.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറ്റിയിട്ട് ഒരു വലിയൊരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇതിലേക്ക് തേങ്ങയും കാഷ്യൂ നട്ട്സും കൂടെ അരച്ചതാണ് ചേർക്കുന്നത്. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഗരം മസാലയും മല്ലിയിലയും ഇട്ടിട്ട് വാങ്ങാം. ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉലുവ, കടുക്, വറ്റൽമുളക് താളിച്ചൊഴിക്കുക. ഇനി അടുത്തായിട്ട് നമ്മളൊരു കടായി പനീറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ ഈസിയാണ് ഈ രീതിയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പനീർ ക്യൂബുകളാക്കിയതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അതേ പാനിൽ തന്നെ ഒരു സവാള, അതുപോലെ തന്നെ പല നിറത്തിലുള്ള ക്യാപ്സിക്കം ക്യൂബുകളാക്കി അരിഞ്ഞതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് കുക്ക് ചെയ്യേണ്ട. ഇനി ഒരു പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ 2 സവാള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴണ്ട് വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് പച്ചമണം മാറ്റിയെടുക്കുക. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കടായി മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി പ്യൂരി ആക്കിയതും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. ഇതിലേക്ക് കുക്കിംഗ് ക്രീം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഗ്രേവി ആക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ പനീറും അതുപോലെ ക്യാപ്സിക്കവും കൂടെ ചേർത്തിട്ട് മല്ലിയിലയും അവസാനം കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ടിട്ട് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടായി പനീറാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജ് സ്റ്റൂ ആണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുമ്പിൻ്റെ കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനുള്ള ഗരം മസാലകൾ ഇട്ടു. പിന്നെ നമ്മൾ ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് കുരു ഒന്ന് ചതച്ചിട്ടും ചേർക്കുന്നുണ്ട്. പച്ചമുളക് 4 എണ്ണം കീറിയത്, കറിവേപ്പില, ഇഞ്ചി, അതുപോലെ തന്നെ ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക്, ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇത്രയും കൂടെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് തേങ്ങയുടെ 2 പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ കിടന്നാണ് ഇനി ഈ കഷ്ണങ്ങൾ വേവാൻ പോകുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് അരച്ചതും മല്ലിയിലയും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. അവസാനം കട്ടിയുള്ള തേങ്ങാപ്പാലും പിന്നെ നെയ്യിൽ ചെറിയ ഉള്ളി, കറിവേപ്പില, കാഷ്യൂ നട്ട്സ് ഇത്രയും ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ്.
അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പെട്ടെന്നുള്ളൊരു മെനു ആണ്. ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയത് അപ്പമാണ്. അപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. താങ്ക്